മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പ്രസംഗിക്കുന്നതെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ തിരുവഴുത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ തിരുവചനമാണ് ഇന്ന് പകൽക്കാലം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പ്രസ്താവിക്കുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ വളരെ ഭയത്തോടെ വേണം ഞാനും ഇത് പ്രസ്താവിക്കാനായിട്ട്. മാത്രമല്ല, ആ വചനത്തിന് അനുസരണമായ നിലയിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും നമുക്കെല്ലാവർക്കും നൽകപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസിൻ്റെ രണ്ടാം ലേഖനം അതിലെ ഒരു വാക്യം, 2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യം. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതിലെന്നെ ശ്രദ്ധിപ്പിച്ച വാക്യം എന്ന് പറയുന്നത് 4-ന്റെ ലാസ്റ്റാണ്. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമുക്കറിയാം, അവിടെ ലോകത്തിന്റെ മോഹം വെടിയുക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൗകികമായിരിക്കുന്ന മോഹങ്ങളെ വിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ലോകത്തോട് പറ്റുമാനമുള്ളതായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മോഹങ്ങളെ വെടിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ഭക്തിക്കും ജീവനും ആവശ്യമായതെല്ലാം ആ ദിവ്യശക്തി ദൈവം നമുക്ക് നൽകിയതിലൂടെ ഉണ്ട് എന്നുള്ളത് തിരുവെഴുത്ത് നമ്മളെ വ്യക്തമാക്കുക. അതുകൊണ്ടാണ് അവിടെ എഴുതിയ ഇവയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന അതിമഹത്തായ ദിവ്യശക്തി. മാത്രമല്ല, അവിടെ നാം വായിക്കുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലുമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം വിശ്വാസത്തിന്റെ നായകനാണ്. എന്നെ ആ പൂർത്തിയിൽ എത്തിക്കുവാനായിട്ട് ശക്തനായിരിക്കുന്ന ഒരു രക്ഷിതാവാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമുക്കതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഓർത്തത് നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, വിട്ടൊഴിഞ്ഞതായിട്ട് നാശം വിട്ടൊഴിഞ്ഞിട്ട്. അടുത്തത് ഇവിടെ നമ്മൾ വായിച്ചത് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, മറിച്ച് അവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെയാ വിട്ടൊഴിഞ്ഞത്? നമുക്കറിയാം, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആരോടുകൂടിയാ ശരിക്കും നമ്മൾ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചേ? ക്രിസ്തുവിനോട് കൂടെയാ. അഥവാ ഞാൻ പെട്ടകത്തിലേക്ക് കയറി, അഥവാ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ സംഭവിക്കുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കഷ്ടം എന്റെ കഷ്ടമായി മാറുകയാണ്. അഥവാ എന്റെ പാപത്തിന്റെ ശിക്ഷ ആരേറ്റെടുത്തു? ക്രിസ്തു ഏറ്റെടുത്തു. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോടുകൂടെ പാപം സംബന്ധിച്ച് മരിച്ചു. ഇനി ക്രിസ്തുവിനോടുകൂടെ നീതിക്ക് ജീവിക്കുവാൻ, ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് പാപം വിട്ടൊഴിഞ്ഞ് ദൈവത്തോടുകൂടെ ജീവിക്കുവാനായിട്ടാണ്
നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് 2-ാം വാക്യത്തിൽ നാം വായിച്ചത്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ, ആരോടുകൂടെ കഷ്ടം അനുഭവിച്ചവൻ? ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചവൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എന്തിനായിട്ടാണ്? ഒരു പുതിയ ലോകം, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ. നമുക്കറിയാം, പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്ന സമയത്ത് പാപികളായ സകല മനുഷ്യർക്കും എന്ത് സംഭവിച്ചു? അവിടെ എന്ത് സംഭവിച്ചു? അവിടെ മരണം സംഭവിച്ചു. ഇപ്പൊ ആകപ്പാടെ ആരേ ഉള്ളൂ ഇനി അവിടെ ജീവിക്കാനായിട്ട്? നമ്മൾ ഓർത്തേ, 8 പേരടങ്ങുന്ന ഒരു കുടുംബം. അവര് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയുടെ ഭാഗമായിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് അതിന്റെ ഗൗരവത്താൽ അവരെവിടെ കയറുവാനിടയായി? പെട്ടകത്തിൽ പ്രവേശിപ്പാനായിട്ടിടയായി. അങ്ങനെ പെട്ടകത്തിൽ പ്രവേശിച്ചതിന്റെ ഭാഗമായിട്ട് അവർക്ക് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഭാവി ജീവിതം ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം എന്തിനായിട്ട് നൽകി? ലോകത്തിന്റെ മോഹം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ നീതിക്കായി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചവരായിട്ടാണ് അവർ അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുകയും അതിനുശേഷം ആ പെട്ടകം തുറന്ന് അവർ പുറത്തിറങ്ങുകയും ചെയ്യും. ഇതിലൂടെ ദൈവം നമ്മളോട് എന്താ പറയാൻ ആഗ്രഹിക്കും? നമ്മളും ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്തവരാണ്? ആ പെട്ടകത്തിൽ കയറി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചു. ഇനി ശേഷിക്കുന്ന കാലം ഇനി എന്തിനായിട്ട് ജീവിക്കണം? മനുഷ്യരുടെ മോഹങ്ങൾക്കായിട്ട് ജീവിക്കരുത്. അഥവാ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. നമുക്കറിയാം, കർത്താവിനോടുകൂടെ കഷ്ടം സഹിച്ചതായ ആളുകളോട് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഭാവം ഉണ്ടാകണമെന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്? ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകും. അപ്പോ ഇനി തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്ന ഒരു ഭാവമല്ല നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് ക്രിസ്തുവിനോടുകൂടെ നല്ല മനസാക്ഷിയുടെ വെളിപ്പെടുത്തലിനായിട്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ചവൻ എന്താ ആഗ്രഹിക്കുന്നത്? എനിക്കിനി ഒരു നല്ല ജീവിതം വേണം, അഥവാ എനിക്ക് പാപത്തെ വിട്ടൊഴിഞ്ഞുള്ള ഒരു ജീവിതം കൊതിച്ചുകൊണ്ടാണ് സത്യത്തിൽ നാം ആരോടുകൂടെ ക്രൂശിക്കപ്പെട്ടത്, അഥവാ ആരോടുകൂടെ കുഴിച്ചിടപ്പെട്ടത്? ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടത്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ട ഒരു വ്യക്തിയിൽ നേരത്തെ നമ്മൾ ഓർത്തതുപോലെ ക്രിസ്തുവിന്റെ ഭാവമാണ് വാസ്തവത്തിൽ ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കും. അങ്ങനെയുള്ളവൻ ഇനി ജഡത്തിൽ എന്ത് ചെയ്തിട്ടല്ല കഷ്ടം അനുഭവിക്കേണ്ടത്? തിന്മ ചെയ്തിട്ടുള്ള കഷ്ടമല്ല. നമ്മൾ പലപ്പോഴും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് നിലയിലുള്ള കഷ്ടമാണ്? നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ കൊണ്ടുണ്ടാകുന്ന കഷ്ടമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുക, ഓൾറെഡി ആ തിന്മയ്ക്കുള്ള കഷ്ടം ആരേറ്റെടുത്തു? കർത്താവ് ഏറ്റെടുത്തല്ലോ. അതിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളുടെ ശിക്ഷ വാസ്തവത്തിൽ ആരിലൂടെ കടന്നു തീർന്നു? യേശു ക്രിസ്തുവിലൂടെ തീർന്നു. നമുക്കറിയാം, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. അങ്ങനെ സൗഖ്യം വന്നതായിരിക്കുന്ന നമ്മൾ ഇനി ഏതിൽ ജീവിക്കാനായിട്ട് പാടില്ല? തിന്മ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കഷ്ടം. നമ്മളിൽ ഒരാൾ കള്ളനോ ഉപദ്രവിയോ പ്രശ്നക്കാരനോ ആയിട്ട് സമൂഹത്തിൽ നടികൊള്ളുക എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക, ഇനി നിങ്ങളുടെ ഈ ശരീരം, ശേഷിച്ചിരിക്കുന്ന ഈ ശരീരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നീതിക്കായിട്ട് ജീവിക്കാൻ നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരം ഇനി ആർക്കായിട്ട് ഉപയോഗിച്ച് തീർക്കണം? കർത്താവിനായിട്ട് ഉപയോഗിച്ച് തീർക്കണം. അതിന്റെ മാക്സിമം പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിക്കുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അതിന്റെ ഏറ്റവും എക്സ്റ്റെന്റ്. എന്നിട്ട് പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസം, പ്രത്യാശ ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് എന്ത് ചെയ്തു? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാണ് അവൻ എന്തോ കൊടുത്തത്? തേജസ് കൊടുത്തത്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നമ്മളോട് വായിക്കുന്നത്, നിർവ്യാജമായിരിക്കുന്ന സഹോദരപ്രീതിക്കായിട്ടാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. സത്യവചനത്താൽ നാം ജനിച്ചത് നിർവ്യാജമായ ഒരു സഹോദരപ്രീതിക്കായിട്ടാണ്. എന്താ ഈ നിർവ്യാജ സഹോദരപ്രീതി എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ വായിച്ച ഭാഗത്ത് അത് വ്യക്തമാണ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തേജസ് കൊടുത്തു എന്ന് വെച്ചാൽ, ഈ ലോകത്തിലേതൊന്നും ആഗ്രഹിച്ചുകൊണ്ട്, ഈവൻ പ്രാണനെ പോലും ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ സഹോദരന് വേണ്ടി നിന്നാൽ എനിക്ക് എന്തോ കൊടുക്കാൻ പറ്റത്തില്ല, ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു തേജസ്സാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ എന്തെങ്കിലും ഒന്നാണ് എന്നെ ദൈവത്തിനായിട്ട് നിർത്തുന്നെന്നുണ്ടെങ്കിൽ ഞാൻ മരണത്തോടടുക്കുമ്പോൾ എന്റെ തനി പുളി സ്വഭാവം എന്ത് ചെയ്യും? വെളിപ്പെടും.
ഇങ്ങനെ വെളിപ്പെടാതിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്ത പ്രവൃത്തി എത്ര മഹത്വമുള്ള പ്രവൃത്തിയാണെന്ന് നോക്കിയേ. തന്റെ പുത്രനെ പോലും എന്തിനായിട്ട് ഏൽപ്പിച്ചു? മരണത്തിന് ഏൽപ്പിച്ചിട്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു. എന്ന് വെച്ചാൽ ഞാൻ സഹോദരനെ സ്നേഹിക്കുമ്പോൾ തടയായിട്ടൊന്നും നിൽക്കരുത്. മരണത്തോളം അവനെ സ്നേഹിക്കാം. നിനക്ക് മരണത്തോളം സ്നേഹിച്ചാൽ അതിന്റെ എൻഡിൽ ഞാൻ നിന്നെ അവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് നിനക്ക് എന്തോ തരുവാനായിട്ട് മതിയായവനാ, തേജസ് നൽകുവാനായിട്ട് മതിയായ. ഏതൊരു മഹത്വമുള്ള സ്നേഹമുള്ള ഒരു രക്ഷിതാവിനെ നമുക്ക് സത്യത്തിൽ ലഭിച്ച് ഞാൻ ഇത് വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോഴൊക്കെ എന്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു സത്യം, ഇത്ര പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഈ പുസ്തകം ഒന്ന് അനുസരിക്കുവാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടല്ല. ഇത്ര പരിജ്ഞാനം നിറച്ചു വച്ചിരിക്കുന്ന ഈ പുസ്തകത്തെ ബഹുമാനപൂർവ്വം ഉൾക്കൊള്ളുവാൻ ദൈവം പരിജ്ഞാനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുന്നത് എന്തിനാണെന്നറിയാവോ? ഈ പരിജ്ഞാനം കൊണ്ടെങ്കിലും നീ ഏതൊന്ന് വിട്ടൊഴിഞ്ഞ് ഏതിലേക്ക് തിരിയണം? ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിന്റെ പരിജ്ഞാനം ആവോളം നിറച്ചു വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ് തിരുവെഴുത്തെന്ന് പറയും. ഈ തിരുവെഴുത്ത് ധ്യാനിക്കുവാൻ നമ്മുടെ അകത്ത് ദിവ്യ ശക്തിയെ ദൈവം നൽകിയിരിക്കുക. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അതിലൂടെ ദൈവം ദാനം ചെയ്തിരിക്കുക. ഈ പരിജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ ഞാൻ ഏത് വിടണം? എനിക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ് കണ്ടിട്ട് ഞാൻ ഏതിനെ വിടണം? ലോകത്തിലെ എനിക്ക് ഏറ്റവും എക്സ്റ്റൻഡായി എനിക്ക് ഏറ്റവും അവസാനം സാധാരണ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ ഗുളിക കഴിച്ചോന്ന് ആരെങ്കിലും ചോദിക്കുവോ? ഇല്ല. എന്താ ചോദിക്കുക? രക്ഷപ്പെട്ടോ? തുണി എടുക്കാൻ പോയ ചതണ്ണ് എടുത്തോണ്ട് വരട്ടെ, എടാ രക്ഷപ്പെടണമെന്നാ നമ്മൾ പറയുകയല്ലേ. കാരണം എന്താ അതിന്റെ കാരണം? അവിടെ പ്രാണനാ നമ്മുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലുള്ളത് ഒന്നും ആശിക്കാൻ നമുക്ക് എന്തില്ല? റൈറ്റ് ഇല്ല. കാരണം ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവൻ ആര്? നമ്മുടെ പിതാവെന്ന് പറയും. എന്നെ ലോകത്തിലേക്ക് അയച്ചതിന്റെ പിന്നിലെ ദൈവിക ഉദ്ദേശം നടപ്പാക്കുക എന്നതിനായി എനിക്കൊരു ശരീരം തന്ന ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? എന്റെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ജീവനെ കൊടുക്കുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആത്മീക സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നന്മ ചെയ്തിട്ടുള്ള കഷ്ടം എന്താ? നന്മ ചെയ്തിട്ടുള്ള കഷ്ടം എന്ന് പറഞ്ഞാൽ നന്മ ആരാണെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പഠിക്കണം. അതാണ് തിരുവെഴുത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സത്യം എന്ന് പറയുന്നത്. ആരാണ് ആ നന്മ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് ആ ദൈവത്തെ ആരാധിക്കുക, നമുക്ക് വേണ്ടി പാപം നിമിത്തം മരിച്ച യേശു കർത്താവിനെ ആരാധിക്കുവാനായിട്ടാണ് നാം ദൈവസന്നിധിയിൽ കൂടുക. നമ്മുടെ ഹൃദയം ആനന്ദിപ്പിക്കുന്ന ദിവ്യ സൗന്ദര്യം കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ആ പുത്രന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതാ ഇവിടെ നമ്മൾ നേടിയെടുക്കേണ്ട ആ നന്മ. ആ നന്മയായിരിക്കുന്ന ക്രിസ്തു എവിടെ വരണം? നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു കഴിയുമ്പോൾ ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമായി മാറുമ്പോൾ നമ്മൾ ഏത് വിടും? സ്വാഭാവികമായി ഇവയാൽ നമ്മൾ ഏത് വിടും? ഈ ലൗകികമായിരിക്കുന്ന മോഹങ്ങളെ വിടുവാനായിട്ടിടയാണ്. അതിന് നമ്മൾ എന്തോ വായിക്കണം? ഈ തിരുവെഴുത്ത് ആവോളം വായിക്കണ്ടേ? വായിച്ചാൽ മാത്രം മതിയോ? നമ്മുടെ ഉള്ളിൽ ദിവ്യ ശക്തി ഈ വചനത്തിലുള്ളതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സത്യം എവിടെ ആക്കി തരണം? നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ അലമാരി മുഴുവൻ ഈ തിരുവെഴുത്ത് കൊണ്ട് നിറയുവാനായിട്ടിടയായിട്ട് എന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് മുഴുവൻ എന്തായി മാറുവാനിടയാകണം? എന്റെ സംസാരിക്കുന്നത് മുഴുവൻ ആരെക്കുറിച്ചായി മാറാനിടയാകണം? എന്റെ കർത്താവ് മാത്രം എന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുവാനിടയാകണം. ഞാൻ ചോദിക്കട്ടെ, അതിനല്ലേ ഈ പരിജ്ഞാനം നമുക്ക് നിറച്ചു തരുന്നേ? അതുകൊണ്ടാണ് സഭായോഗം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് എന്തുകൊണ്ടാ പറഞ്ഞേ? ഈ വചനം ആവോളം നിന്റെ ഹൃദയത്തിൽ കയറ്റണം. ഒരു വിധേനെ ആദ്യം നിനക്ക് ഈ ദിവ്യശക്തി വളരാത്തത് കൊണ്ട് തന്നെ അത് നിന്റെ ഉള്ളിൽ തന്നെ വ്യാഖ്യാനിച്ചു തരുവാനുള്ള കഴിവൊരു വിധേന ഇല്ലെങ്കിൽ നീ ആരിൽ നിന്ന് കേൾക്കണം? സഭായോഗങ്ങളിൽ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ നിന്ന് കേട്ട് നിന്റെ ഹൃദയം ഏതുകൊണ്ട് നിറയണം? തിരുവെഴുത്ത് കൊണ്ട് നിറയണം. അങ്ങനെ നമ്മുടെ ഉള്ളിലെ പിള്ള പതിയെ ശബ്ദം കേൾക്കുമ്പോൾ അല്പമായി അനങ്ങി തുടങ്ങും. തിരുവെഴുത്ത് നമ്മുടെ ആനന്ദമായി തുടങ്ങും. ആ തിരുവെഴുത്ത് പിന്നീട് നമ്മുടെ ആശ്രയമായി തീരുവാൻ ഇടയായിട്ട് തീരും. സ്തോത്രം. അതിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ശക്തനായിരിക്കുന്ന ദിവ്യശക്തി നമ്മുടെ ഹൃദയങ്ങളിലില്ലേ? അത് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നെന്നാണ്? ദാനം ചെയ്തിരിക്കുന്നു. ദൈവം
നുണ പറഞ്ഞതാണോ? ദൈവത്തിന്റെ ശക്തിക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ എന്താണ് എൻ്റെ ഭാഗത്തെ കുറവെന്ന് ചോദിച്ചാൽ, ഞാൻ ഏതിനെ സ്നേഹിക്കുന്നില്ല. എന്റെ ഹൃദയത്തിൽ നൽകപ്പെട്ട വചനത്തെ, എന്റെ കർത്താവ് എനിക്ക് നൽകി തന്ന വചനത്തോട്, ആ ജീവനുള്ള കല്ലായ അവനോടൊന്ന് ചേരുവാൻ നമ്മൾ ഓർക്കണം. ആ ജീവനുള്ള കല്ലിന്റെ പ്രശ്നം നമ്മളവിടെ കാണുന്നുണ്ട്. അത് ലോകം തള്ളിയ കല്ലാണ്, അത് മനുഷ്യർ തള്ളിയ കല്ലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ഇഷ്ടപ്പെടാത്ത ആ കല്ലിനോട് ചേരുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള, ലോകത്തിലെല്ലാവരും നിന്ദിക്കുന്ന കാര്യമാണ്. മനുഷ്യർ തള്ളിയ കല്ലിനെ ഞാൻ എന്റെ സ്വന്തം കല്ലായിട്ട് എന്നോട് ചേർക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്റെ ഹൃദയത്തിൽ എല്ലാ ദുഷ്ടതയും, എല്ലാ നുണയും, വ്യാജഭാവവും നീക്കിക്കളഞ്ഞ് എനിക്ക് കല്ലിനോട് ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ എന്റെ കർത്താവ് അവിടുത്തെ പരിജ്ഞാനം എന്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ, എന്റെ ഹൃദയത്തിൽ മൂലക്കല്ലായി സിയോനിലിട്ടിരിക്കുന്ന ആ കല്ലിനോട് ഞാൻ ചേരുവാനായിട്ടിടയായിട്ട് തീരുക. എന്തിനാണ്? ജീവനുള്ള കല്ലുകൾ എന്ന പോലെ വരും ദിവസങ്ങൾ ഈ സമൂഹത്തിന്റെ മധ്യേ ജീവനുള്ളവനായിട്ട് നിലകൊള്ളുവാൻ അവൻ എന്നെ ചേർക്കുകയാണ്. സ്തോത്രം. നമുക്ക് അത്രമാത്രം സ്നേഹം ഈ രക്ഷിതാവിനോടുണ്ടോ? അങ്ങനെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ വചനം എത്രമാത്രം വായിക്കണം. വചനം വായിക്കാതെ എങ്ങനെയാ ഒരു ക്രിസ്ത്യാനി വളരുക? വചനം ഹൃദയത്തിലാക്കാതെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കുക? നമ്മുടെ ക്രിസ്തീയ ജീവിതം വളർച്ച പ്രാപിക്കണമെങ്കിൽ തിരുവെഴുത്ത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. തിരുവെഴുത്താണ് നമ്മുടെ അകത്തെ മനുഷ്യനെ വളർത്തിയെടുക്കുന്നത്. വളർത്തിയ സൗന്ദര്യം വേണം. നേരത്തെ തമ്പിച്ചാൻ വായിച്ചതുപോലെ, കാലം തികഞ്ഞപ്പോ ആര് പുറത്തു വന്നു? ക്രിസ്തു പുറത്തു വന്നു. നമ്മുടെ അകത്ത് വളർത്തപ്പെട്ട ഗൂഢ മനുഷ്യൻ എപ്പോ വേണം പുറത്തു വരുവാൻ? അതിന്റെ കാലം തികയുമ്പോ പുറത്തു വരും. അത് അകത്തെ സൗന്ദര്യമാണ്. അതിനോട് തെളിയിക്കുന്ന 3-ാം അധ്യായം പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, 2 താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിനകത്ത് അവിടെ വായിക്കുന്ന, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഭാര്യമാരെയും ഭർത്താക്കന്മാരെയൊക്കെ ഞാൻ വിടുക, അതവിടെ നിൽക്കുന്നത്. എന്നിട്ട് പറയാണ്, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, അടുത്തത്, ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ അടുത്തത്, ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാണ്. 3-ാം വാക്യം, നിങ്ങളുടെ അലങ്കാരം എന്താണ്? തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും, ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സും അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയത് ആകും. അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സത്യം, ഭർത്താവ് വചനം അനുസരിക്കാത്ത നിലയിൽ നിൽക്കുക. വിഷയം ഭർത്താവ് വചനം അനുസരിക്കാത്ത നിലയിൽ നിൽക്കുക. നമ്മൾ ഇതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആരാണ് ഈ ഭർത്താവും ഭാര്യ എന്നുള്ളത് പത്രോസ് വളരെ വ്യക്തമായിട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ആരാണെന്നുള്ളത് നമുക്കും വ്യക്തമല്ലേ? ആരായിരിക്കും? അബ്രഹാമും സാറയുമായിരിക്കും. കാരണം സാറയുടെ കാര്യമൊക്കെ അവിടെ താഴോട്ട് പറയുന്നു. അപ്പൊ ദൈവം വ്യക്തമാക്കുവാൻ, അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് വ്യക്തമാക്കാൻ ഇച്ഛിക്കുന്നത്, വചനം അനുസരിക്കാത്ത ഒരു ഭർത്താവ്, വചനം അനുസരിക്കാനായിട്ട് റെഡിയാകുന്ന ഒരു ഭാര്യ. ഓക്കെ. ഇപ്പൊ വചനം അനുസരിക്കാത്ത ഭർത്താവ് എന്ന് പറയുമ്പോൾ ഈ കാര്യം എന്റെ മനസ്സിൽ തോന്നിയ ഒരു സത്യം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. ഞാൻ ഇതിനു മുൻപ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആലോചന ഇതിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം അതിന് ധാരാളം കൃപ നൽകട്ടെ. നമുക്കറിയാം, 20-ാം അധ്യായത്തിലാണ് ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അബ്രഹാം ഗെരാറിലേക്ക് താൻ താമസം മാറ്റുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നമുക്കറിയാം, അതിന്റെ തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ സോദോം, ഗോമോറ, ആത്മ, സഭയും എന്ന 4 പട്ടണങ്ങൾ എന്തായി? തീക്കിരയായി പോയി. എത്ര പട്ടണം? സോദോം, ഗോമോറ, ആത്മ, സഭയും എന്ന 4 പട്ടണം തീക്കിരയായി പോയി. അതിലൊരു പട്ടണം മാത്രം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അത് ആര് ചോദിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടതാ? ലോത്ത് ചോദിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇപ്പൊ 4 പട്ടണങ്ങൾ നിർമൂലനാശമായി പോയി. ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അനീതിയുള്ള ജാതിയെ ദൈവം ന്യായം വിധിക്കുന്നു എന്നതിന്റെ തെളിവിനായി മേൽ നിന്ന് തീ ഇറങ്ങി വന്ന് നശിപ്പിച്ചു കളഞ്ഞ ലോകമാണ് ഈ 4 പട്ടണങ്ങൾ. അങ്ങനെ പട്ടണം നശിച്ചതിന്റെ ഭാഗമായി ആ പട്ടണത്തിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചിരുന്നു.
ലോത്തിന് വേണ്ടി സ്പെഷ്യലി അബ്രഹാം പ്രാർത്ഥിച്ചിരുന്നു. 10 നീതിമാന്മാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആ ദേശം നശിപ്പിച്ചു കളയരുതെന്ന് അബ്രഹാം ആവശ്യപ്പെട്ടു. എന്നാൽ അബ്രഹാം പ്രാർത്ഥിച്ച ശേഷം സെയിം സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോ പുകത്തി വീണ് പൊങ്ങുന്നത് പോലെ തീ ആ ദേശത്ത് നിന്ന് പൊങ്ങുന്ന കണ്ടപ്പോ ഒരു വിധേന ഈ മനുഷ്യൻ ചിന്തിച്ചു കാണും, അതിനകത്ത് ആരും പോയി, ലോത്തും പോയെന്ന് വിചാരിച്ചു. അറിയില്ല ദൈവം എന്താ ചെയ്തെന്നുള്ളതൊന്നും പിന്നീട് അവിടെ വ്യക്തമല്ല. ലോത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അബ്രഹാമും ലോത്തും പിന്നെ കണ്ടതായിട്ട് യാതൊരു തെളിവും നമ്മളവിടെ കാണും. എന്നാൽ ആ രീതിയിലുണ്ടായ ഒരു അപമാനം, എന്റെ ചിന്തയിലാട്ടോ, നിങ്ങൾക്ക് എങ്ങനെ വേണേലും അതിനെ പ്രഡിക്റ്റ് ചെയ്യാം. ആ നിലയിലുള്ള ഒരു അപമാനം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് 20-ാം അധ്യായത്തിൽ തിടുക്കത്തിൽ ഇവർ രണ്ടുപേരും കൂടെ എങ്ങോട്ട് മാറുക? സഹോദരൻ ഇങ്ങനെ തീ ആ ദേശം എല്ലാം തീ വെച്ച് ചുട്ട് പോയി. അപ്പം ഇനി ഇവിടെ നിന്നാൽ എന്താണ്? സത്യത്തിൽ ഒരു അപമാനമാണെന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ മനസ്സിലാക്കുക, കൂടാരായതുകൊണ്ട് എപ്പോ വേണേലും ഇട്ടേ ചോടാലോ, അത് പൊളിച്ചോണ്ട് എന്ത് ചെയ്യാം, പോകാം. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര അവമാനമായാലും പോകാനും പറ്റില്ല. എന്താ പ്രശ്നം? ഇതൊന്നും വിറ്റിട്ട് വേണ്ടേ പോകാൻ. സത്യത്തിൽ ഈ മനുഷ്യൻ കൂടാരം എടുത്ത് പൊളിച്ച് ഓടുക. എവിടേക്കെത്തി? ഗരാറിലെത്തി. പരിചയമില്ലാത്ത സ്ഥലമാണ്. അവർ രണ്ടുപേരും കൂടെ താമസിക്കാൻ ആരംഭിച്ചു. അങ്ങനെ താമസിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ദൈവമയമില്ലാത്ത മനുഷ്യരാ. അതുകൊണ്ട് നീ സൗന്ദര്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് നിന്റെ നിമിത്തം ആരേലും ഒക്കെ മോഹം ഉണ്ടായി നിന്നെ ഭാര്യയാക്കാൻ ശ്രമിച്ചാൽ അവർ എന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കൊല്ലും. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താ? വചനം അനുസരിക്കായിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രാണഭയമല്ലേ വിഷയം, അല്ലെ? നമ്മൾ ഭീരുക്കളാകരുതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രാണം പോയാൽ ഇനി എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? അതുകൊണ്ടാ പറഞ്ഞ അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം, പ്രാണം പോകുമ്പോ അറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ ബലം എന്തായിരുന്നു. നല്ല പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്ന ഷൈജുവിന്റെ പ്രാണം പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഷൈജു എന്തോ ഇവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നേ, ഈ മനുഷ്യൻ ഇങ്ങനെ മരിക്കുന്ന എന്തോ എന്ന് ചോദ്യം ചെയ്തോണം. വെറുതെ ആർക്കും നമ്മൾ എന്തോ കൊടുക്കരുത്, മാനം കൊടുക്കരുത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ആർക്കും വെറുതെ മാനം കൊടുക്കരുത്. ഭക്തന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവശക്തി കൊണ്ട് മരിച്ചത് ലോകത്തിന് മുമ്പാകെ കാണിച്ചു തന്നെയാണ് മരിച്ചത്, അല്ലാതെ വെറുതെ മരിക്കുമെന്നും അല്ലായിരുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഈ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്ന പ്രാണഭയമാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ എന്തോ പറഞ്ഞു ഭാര്യയോട്, നീ ഒരു കാര്യം ചെയ്യണം, എന്നെ കുറിച്ച് ആങ്ങളെന്നേ പറയാവുള്ളൂ. ആങ്ങളെന്ന് പറഞ്ഞപ്പം ഈ സ്ത്രീയുടെ മനസ്സിൽ പോയത് ഞാൻ വെറുതെ എന്റെ മനസ്സിൽ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്ത്രീയുടെ മനസ്സിൽ പോയത് എന്തായിരിക്കുന്നത്? ഇങ്ങേര് ചാവുമെന്ന് പറഞ്ഞ് ഇങ്ങേര് രക്ഷപ്പെട്ടു. ഇനി ആരുടെ പുറത്തോട്ട് ഇട്ടേക്കുക? ഇപ്പൊ എന്റെ പുറത്തോട്ട് ഇട്ടേക്കുക. എന്തോ ഇട്ടേക്കുന്നേ? ആങ്ങളാന്ന് പറയണം. ഓക്കെ, സ്വാഭാവികമായിട്ടും ആങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? എന്നെ അവർ കൊണ്ടുപോകും. അബീമലേക്കിന്റെ ഭാര്യയായിട്ട് ഞാൻ മാറും. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ഇത്രയും നാൾ ഇദ്ദേഹത്തോടു കൂടെ ജീവിച്ചതിന്റെ ഭാഗമായി ഇദ്ദേഹത്തെ വെടിഞ്ഞുള്ളൊരു ജീവിതം സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പുരുഷന്മാരുടെ മാരിയല്ല സ്ത്രീകൾ. ഒരു വിധേനെ ഞാൻ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. മരിച്ചു കഴിഞ്ഞാലും ഭർത്താവിനോടുള്ളതായിരിക്കുന്ന കൂർ അവർക്ക് വേഗത്തിലൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ കൂർ അവർ നിലനിർത്തും. ചിലപ്പോൾ അവർ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? അവരങ്ങനെ തന്നെ കഴിഞ്ഞു തീർക്കുന്ന എത്രയോ സ്ത്രീകളും സ്ത്രീ രത്നങ്ങളും ഭൂമിയിലുണ്ട്. ചിലപ്പോൾ പുരുഷന്മാർ പിന്നെയും വിവാഹമൊക്കെ കഴിച്ചു പോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ആ കൂറ് എന്ത് ചെയ്യുന്നതല്ല, പെട്ടെന്നൊന്നും ഇല്ലാതെയായി പോകുന്നതൊന്നല്ല. ആ കൂറ് അവര് സൂക്ഷിച്ചു. ദൈവമായിട്ട് എല്ലാവർക്കും കൃപ നൽകുന്ന ഞാൻ അങ്ങനെ പറഞ്ഞു നോർത്ത് സ്ത്രീയും പുരുഷനും ഒന്നും ഇവിടെ ഇല്ല, കർത്താവിലെല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം വിട്ടു. അങ്ങനെ എന്നിട്ട് ഈ സ്ത്രീ ചിന്തിച്ച ഇതാണ്, ഞാൻ അങ്ങനെ പോകും. അപ്പോ എന്നാൽ ഈ സ്ത്രീയുടെ മനസ്സിൽ ഒരു വലിയ ഭീഷണി ഇപ്പൊ നിൽക്കുന്നത് എന്താ? ഞാൻ ആരാകേണ്ടി വരുമെന്നുള്ളതാ. അബിമലേക്കിന് ആരാകേണ്ടി വരും? അതോടുകൂടി ഈ മനുഷ്യൻ മരിക്കും. ഈ മനുഷ്യൻ ആങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ മരിക്കത്തില്ല, ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടാവും. ഈ മനുഷ്യൻ നിൽക്കുമ്പോ തന്നെ ഞാൻ ആരുടെ ഭാര്യയാവും? അബിമലേക്കിന്റെ ഭാര്യയാവും. ഭയങ്കര ഒരു ഭീഷണി തന്റെ മുമ്പിൽ നിൽക്കുക. കാരണം കഴിഞ്ഞ നാൾ ഇത്രയും എന്തോരും ദൈവം പ്രവർത്തിച്ച മനുഷ്യൻ, ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനോട് ചേരുന്നതാ എന്റെ ആഗ്രഹം. ആ നിലയില് ഒരു വലിയ ഭീഷണിയെ തന്റെ മുൻപിൽ കണ്ടുകൊണ്ട് താൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാന് ഇദ്ദേഹത്തെ വഹിക്കാമെന്ന് തീരുമാനിച്ചു. എന്താ വഹിക്കുക എന്ന് പറഞ്ഞാൽ, ഉപദേശം കൊടുത്താൽ സംഭവിക്കുന്ന ഒരു വിഷയം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തോ മനുഷ്യന് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മിസ്രൈമിൽ വെച്ച് സംഭവിച്ചത് എന്താന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്തോ സംഭവിച്ചേ? നിങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട്
ഞാൻ അവിടെ മിസ്രൈമിന്റെ വീട്ടിൽ പോയി, രാജാവിന്റെ വീട്ടിൽ പോയി, സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ പിന്നെയും ഈ അവിശ്വാസ സ്വഭാവം ഒന്ന് നിർത്ത്, ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് നന്നാകും എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഈ സഹോദരിക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഉപദേശിക്കാം. പക്ഷെ ഉപദേശിച്ചാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. ഇയാള് പിന്നെയും പ്രാണഭയത്തിലും നിൽക്കും. ഇവൾ ആരായിട്ടും നിൽക്കും? ഭാര്യയായിട്ടും നിൽക്കും. അപ്പം ഇയാളോട്, ഈ അബ്രഹാമിനോട് എന്താ പറയാൻ പോകുന്നേ? ഞാൻ നിങ്ങളുടെ ഭാര്യ. അയ്യോ, നുണയൊന്നും പറയാൻ പാടില്ല, നമ്മൾ ആരോടും നുണയൊന്നും പറയരുത് കേട്ടോ. നമ്മൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന വിഷയം എത്ര വലുതാണെന്ന് അറിയാമോ എന്നൊന്ന് പറയാൻ ഉപദേശിക്കാനൊന്നുമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ നുണയല്ലെന്ന് പുള്ളി അവിടെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഏതോ ഒരു വകുപ്പിൽ ആരുമാണ് താനും, ആങ്ങളെയാണ് താനും. അതുകൊണ്ട് അതെല്ലാം എന്നൊക്കെ പുള്ളി ചുറ്റിക്കെട്ടി വട്ടം ചുറ്റിയൊക്കെ ആയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? ഭാര്യനെ പെങ്ങളെന്ന് പറയാൻ പറ്റുമോ അനിമാമെ? പറയാൻ പറ്റത്തില്ല. ഭാര്യ ആയിക്കഴിഞ്ഞാൽ പെങ്ങളെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റിക്കെട്ടിക്കൊണ്ടെന്ന് പറയാം. അങ്ങനെയായിരുന്നു ഈ കയ്യിന്റെ ഭാര്യ എന്നുള്ള വാക്കല്ലായിരുന്നു ഉപയോഗിക്കണ്ടേ. കയ്യിന്റെ പെങ്ങളുമായി അവൻ എങ്ങോട്ട് പോയി? പറഞ്ഞേ, ഇന്ന ദേശത്തേക്ക് പോയി. കാരണം വേറെ പെണ്ണുങ്ങൾ അവിടെ ഇല്ല. ആരെ തന്നെ ആയിരിക്കും വിവാഹം കഴിച്ചത്? പെങ്ങളെ തന്നെയാ. പക്ഷെ ഭാര്യ പദവി അലങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരായി? അത് ഭാര്യയായി. പെങ്ങളെന്നുള്ള വാക്ക് അവിടെ പറയാം. അപ്പൊ ഈ വചനം അനുസരിക്കാത്ത ഭർത്താവിനെ ഇനി എങ്ങനെ ക്രമീകരിക്കും? പറഞ്ഞേ, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക. ആ കഷ്ടം എങ്ങനെയായിരിക്കും ഇവിടെ സഹിച്ചേ? പറഞ്ഞേ, അതിനൊന്ന് തെളിവിനായിട്ട് വായിക്കാം. പത്രോസിന്റെ ലേഖനം തന്നെ എടുത്തേ, വേഗം സമയം കടന്നു പോകുന്നു. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, അതിന്റെ 2-ാം അധ്യായം. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ആര് പരമേൽപ്പിച്ചു? ഈ വിഷയം മുഴുവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന പണ്ടുള്ള വിശുദ്ധ സ്ത്രീകൾ. അപ്പൊ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീ എന്താ ചെയ്തത്? അവൾ ആ കാര്യം ശകാരത്തിന് പകരം ശകാരിക്കാനോ ഉപദേശത്തിന് പകരം ഉപദേശിക്കാനോ ഗുണോപദേശിക്കാനോ ഒന്നും പോകാതെ ഉപദേശം അവിടെ നിർത്തിയിട്ട് ഇവൾ എന്ത് ചെയ്തു? ഇവള് കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കൈകളിലേക്ക് എന്ത് ചെയ്തു? വെച്ചു കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തെന്ന് നോക്കിയേ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം. നോക്കിയേ, ഇവിടെ അബ്രഹാമിനെ ചുമന്നോണ്ട് അബ്രഹാമിന്റെ തെറ്റായ ആ വചനമനുസരിക്കാത്ത അവസ്ഥയുടെ ശിക്ഷ ഇവിടെ ആര് വഹിക്കാൻ തയ്യാറാകുക? സാറ വഹിക്കാൻ തയ്യാറാണ്. സാറ അത് ചുമന്നുകൊണ്ട് ഇപ്പൊ എങ്ങോട്ട് പോവാ? പറഞ്ഞേ, ആങ്ങളാന്ന് പറഞ്ഞു. അബിമേലെക്ക് ചോദിച്ചു, നീ ആരാ? അദ്ദേഹത്തിന്റെ ആങ്ങള. അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാരാ? ഇദ്ദേഹത്തിന്റെ എന്റെ പെങ്ങള്. രണ്ടുപേരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ നീതിയോടുകൂടെ കല്യാണമൊക്കെ ആലോചിച്ച് ആര് കൊണ്ടുപോയി? സാറായ അബിമേലെക്ക് കൊണ്ടുപോയി. അപ്പൊ ഇത് വഹിച്ചോണ്ട് ഇങ്ങേര് ചെയ്ത ഈ അനുസരണക്കേടിന്റെ ശിക്ഷ നന്മ ചെയ്തുകൊണ്ട് വഹിച്ചോണ്ട് എങ്ങോട്ട് പോവുക? അതിന്റെ പേരിൽ എവിടെ കയറണം? ഇനി ഇത് വഹിച്ച സ്ഥിതിക്ക് ഇനി ക്രൂശിന്മേൽ എന്ത് ചെയ്യണം? കയറണം. ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു ഭീഷണി ഇവളെ ഭാരപ്പെടുത്തി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ ആരുടെ മക്കളാകും? സാറയുടെ മക്കളായി. ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു ഭീഷണി ആ സ്ത്രീ അവിടെ അനുഭവിച്ചു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാവോ? ന്യായമായി വിധിക്കുന്നവങ്കിലാണല്ലോ ഈ കാര്യം പരമേൽപ്പിച്ച് വിശ്വാസത്താൽ ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് അബിമേലെക്കിനോട് ഇടപെട്ടു. സ്ട്രെയിറ്റ്ലി ദൈവം അബിമേലെക്കിനോട് ഇടപെട്ടു. സ്തോത്രം. നമുക്ക് ഇങ്ങനെ ഏൽപ്പിക്കാൻ പറ്റുമോ? ന്യായമായി വിധിക്കുന്ന ഒരാളുണ്ട്. അവരെന്തോ വേണേ പറഞ്ഞോട്ടെ, അതിന് തിരിച്ച് ഞാനൊന്നും പറയാനില്ല. അവരെന്തോ വേണേ ചെയ്തോട്ടെ, ഞാനൊന്നും തിരിച്ച് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം പരമേൽപ്പിക്കും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്തിനാണെന്നറിയോ? നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ അവനോട് തിരിച്ചു തല്ലാൻ പോയാൽ നല്ല തല്ല് കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്യും? കാര്യം പരമേൽപ്പിക്കും. പക്ഷെ നമ്മൾ എന്തോ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയെന്നറിയും. ചുമക്കൊന്നുമല്ല, അവൻ മുടിഞ്ഞു പോണേന്ന് എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? അവനിട്ടൊക്കെ ഉള്ളത് ദൈവം എന്ത് ചെയ്തോളും? കൊടുത്തോളൂ. പക്ഷെ അതല്ലാട്ടോ ചെയ്തത്. ചുമന്ന് അടി കൊണ്ടപ്പം ആർക്ക് സൗഖ്യം വന്നു? അബ്രഹാമിന് സൗഖ്യം വന്നു. എന്താ സംഭവിച്ചിവിടെ? ദൈവം നേരിട്ട് ഇടപെട്ട് അബിമേലെക്കിനോട് പറയുന്നു. എന്താ പറഞ്ഞെന്നുള്ളത് 20-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ സ്വപ്നത്തിൽ അവനോട്
അബിമേലെക്ക് പറയുന്നുണ്ട്, ഞാൻ ഹൃദയ നിർമ്മലതയോടെ ചെയ്തത്, അവൾ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു, ഞാൻ അവന്റെ ആങ്ങളെയാണെന്ന് അവളും പറഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവളെ കൊണ്ടുവന്നത്, നീതിയോടെയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ സ്വപ്നത്തിൽ ദൈവം അരുളി ചെയ്ത കാര്യം എന്താണെന്ന് അവിടെ വ്യക്തമാണ്. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. ആരെ തടുത്തു? അബിമേലെക്കിനെ ദൈവം തടുത്തു. നോക്കിക്കോണം, ഈ ജാതിയുടെ മേലൊരു നീതിയുള്ള ദൈവം ഇറങ്ങി വരിക. ആരിടപെട്ട അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവത്താൽ, പറഞ്ഞേ, സാറ ചെയ്ത അനുഗ്രഹീതമായ സ്വഭാവത്താൽ. നമ്മളിങ്ങനെയൊക്കെ ചെയ്ത സഭയിൽ ആരിറങ്ങി വരും? പറഞ്ഞേ, നമ്മളിങ്ങനെയൊക്കെ സഹിക്കാൻ തയ്യാറായാൽ ആരിറങ്ങി വരും സഭയ്ക്കകത്ത്? പറ. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഇറങ്ങി വരുമോ? ഇറങ്ങി വരത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവർ ഈ കാര്യം ചെയ്ത്. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നത്, താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ആ പുരുഷന്റെ ഭാര്യയെ അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അപ്പൊ ഇതല്ല ഇപ്പൊ ആര് പറഞ്ഞു കൊടുത്തു അബിമേലെക്കിന്? അവള് പെങ്ങളൊന്നും അല്ല കേട്ടോ, അവളൊരു പുരുഷന്റെ ഭാര്യയാണെന്ന് ഇപ്പൊ ആര് പറഞ്ഞു കൊടുത്തു? സാറ ഉപദേശിച്ചൊന്നും കൊടുത്തില്ല. പക്ഷെ ആര് ഉപദേശിച്ചു കൊടുത്തു? ദൈവം അബിമേലെക്കിന് ഉപദേശിച്ചു കൊടുത്തു. ദൈവം അബിമേലെക്കിന് ഉപദേശിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ദൈവം ഉപദേശിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? അവളുടെ നിമിത്തം നീ എന്ത് ചെയ്യാൻ പോവാ? മരിക്കാനായിട്ട് പോവാ. നീയും നിന്റെ ജനവും മരിക്കാനായിട്ട് പോവാ. ആഹാ, അപ്പൊ ചെറിയ പരിപാടിയൊന്നുമല്ല. നീതിയുള്ള ദൈവം, ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി. ആര് മുഖാന്തരം? സാറ മുഖാന്തരം. ഇനി നോക്കിയേ, ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. എന്നിട്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താന്ന് വെച്ചാ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരും മക്കളെയും എല്ലാം കൂട്ടിവരുത്തി. എവിടോട്ട് കൂട്ടിവരുത്തി? ഈ രാജവേദിയിലേക്ക് കൂട്ടിവരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവളൊരുത്തന്റെ ഭാര്യയാണ്, അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തെ തൊട്ടാൽ, ഇവളെ തൊട്ടാൽ ഇനി എന്തുണ്ടാകും? ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. നോക്കിക്കോണേ, എന്തോ ഒരു മഹത്വം അല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹം എല്ലാരെയും വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അബ്രഹാമിനെ വിളിപ്പിച്ചു. നീ എന്ത് പണിയാ ഞങ്ങളോട് ചെയ്തേ? എന്തിനാ ഇത്രയും പരിപാടിയുടെ ഒക്കെ ആവശ്യം എന്താന്ന്? അബ്രഹാം പറഞ്ഞു, ഈ ദേശത്തുള്ള ജനം ഇങ്ങനെ പ്രശ്നമുള്ള ടീമായതുകൊണ്ട് എന്റെ ഭാര്യയെ കൊല്ലും, എന്നെ കൊല്ലും, എന്റെ ഭാര്യയെ നീ രാജാവായിട്ട് എടുക്കുമെന്നുള്ള പേടിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. പേടിയെന്നൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ചെയ്തേ. എന്നിട്ട് എന്താ, എങ്ങനെയൊക്കെ നോക്കിയാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ, പെങ്ങള് തന്നെയാ, നുണയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു വട്ടം ചുറ്റിപ്പിടുത്തം. അങ്ങനെ വട്ടം ചുറ്റിപ്പിടിച്ച് അബ്രഹാം എങ്ങനെയൊക്കെ ആയിട്ട് നിർത്തി. അത് കഴിഞ്ഞപ്പോ അബിമേലെക്ക് പറഞ്ഞു, നിനക്ക് ഈ ദേശം മുഴുവൻ ഇനി നിന്റെ മുമ്പാകെ ഇരിക്കുക. നോക്കണേ, മരണഭീതി കൊണ്ട് എവിടെയും ഒന്ന് തട്ടിയും മുട്ടിയും നിൽക്കണമെന്ന് വിചാരിച്ച ഈ മനുഷ്യൻ ഇപ്പൊ ഈ ദേശത്ത് ഫുൾ സ്വസ്ഥത അനുഭവിക്കുക. ആര് മുഖാന്തരം? പറഞ്ഞേ, ഈ സ്ത്രീ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം മുഖാന്തരം ഇനി തട്ടിയും മുട്ടിയൊന്നും നിൽക്കണ്ട. ദേശം മുഴുവൻ ദൈവം ആർക്ക് കൊടുത്തു? ഇനി മാത്രമാണ് എവിടെ കൂടെ പോയാലും എന്റെ ഒരു ചോദ്യം, ഇവനെ ഇവന്റെ ഭാര്യയും ഈ അബ്രഹാമിന്റെ ഭാര്യയും ആരേലും നോക്കുവോ? നോക്കിയ പണിയാണെന്ന് ആർക്കറിയാം? രാജാവ് മുതലിച്ച് അങ്ങേ അറ്റത്തുള്ള ആൾക്ക് വരെ അറിയാം. ഇനി എന്താ സംഭവിച്ചത്? വേറൊരു സത്യം കൂടെ ഞാൻ പറയാം. അബ്രഹാമിന്റെ കൈകളിലേക്ക് 1000 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറയുക, ഈ സ്ത്രീ ഇത്രയും വലിയ ജനത്തിന്റെ മധ്യേ നീതീകരിക്കപ്പെട്ടവളായി തീർന്നിരിക്കുക, അതിനുള്ള ഉപകാരമായിട്ട് ഞാൻ നിനക്ക് 1000 വെള്ളിക്കാശ് തരിക. എന്നിട്ടോ അതിന്റെ തെളിവിനായി ആ ദേശത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ അബിമേലെക്കിന്റെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ എല്ലാം ഗർഭം ആരടച്ചു കളഞ്ഞു? യഹോവയായ ദൈവം അടച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ആരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം നിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ. ഈ മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. നോക്കിയേ എന്തൊരു മഹത്വം അല്ലേ? ആരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം? അബ്രഹാമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അബ്രഹാമും സാറയും പ്രാർത്ഥിച്ചു, അവരുടെ ഗർഭം തുറന്നു. അതോടുകൂടി മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിക്കാണ്. നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. വാഗ്ദത്തം ചെയ്തത് ദൈവം സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. എന്തായിരുന്നു? വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ നിവർത്തിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം എവിടെ വെച്ചായിരിക്കും നടന്നത്? ഇവളിത് പ്രാർത്ഥിച്ചപ്പോ യഹോവ അടച്ച ഗർഭം യഹോവ തുറക്കുന്നു എന്ന് കണ്ടപ്പോൾ സാറയുടെ സംശയത്തിന് നിവാരണം വന്നു. എന്താണ് നിവാരണം? എന്റെ ഗർഭപാത്രവും തുറക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് അവൾ ഉറച്ചു. സ്തോത്രം. ആ ഉറച്ചതിന്റെ ഫലമായി അവൾക്കൊരു മകനെ ദൈവം ദാനം ചെയ്യുക. അത് ഇസഹാക്കാണ്. നമുക്കറിയാം ഇവിടെ എന്തെല്ലാം കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ. ഒന്ന്, ബാഹ്യ സൗന്ദര്യത്തിന്റെ പേരിലാണ് ഈ ദേശത്തുള്ള അബീമേലെക്ക് ആരെ കണ്ടത്? ഈ സാറയെ കണ്ടത്.
പൊന്നണിയുന്നതും മുടി പിന്നുന്നതുമായ ബാഹ്യ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയെ ആകർഷിക്കുന്നു. അന്ന് ഈ സ്ത്രീയും ഈ പുരുഷനും ഒരു മനുഷ്യനും അറിയാത്ത വ്യക്തികളാണ്. എന്നാൽ നോക്കിയേ, ഈ ബാഹ്യ സൗന്ദര്യം കണ്ടുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന അബീമേലെക്ക് ഏത് സൗന്ദര്യ കാണാനിടയായേ? പറഞ്ഞേ, ഏത് സൗന്ദര്യ കാണാനിടയായേ? അകത്തെ മനുഷ്യനായ ക്രിസ്തുവിന്റെ സൗന്ദര്യം കാണുവാനിടയായി. നമ്മളെ തൊട്ടാൽ നോക്കിയേ, അതിന്റെ അടുത്ത തെളിവ് ജോസഫിനെ പൊത്തിഫറിന്റെ ഭാര്യ, അത് അവിശ്വാസിയായ വ്യക്തിയാ. തൊട്ട ഉടനെ എന്താ സംഭവിക്കുന്നേ? തൊട്ട ഉടനെ അവന്റെ കോമളത്വമുള്ള സൗന്ദര്യത്തെ ആകർഷിച്ചാണ് പൊത്തിഫറിന്റെ ഭാര്യ അവനെ ആരാക്കാൻ ശ്രമിച്ചത്. തന്നോടുകൂടെ ശയിക്കാൻ, അല്ലെങ്കിൽ തന്നെ ആ വ്യക്തിയോടുകൂടെ ആകാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ സംഭവിച്ചത് എന്താ? ആ അവസ്ഥയിൽ ഒന്ന് തൊട്ട ഉടനെ ആരുടെ സൗന്ദര്യം പുറത്തു വന്നു? പറ ആരുടെ സൗന്ദര്യം പുറത്തു വന്നു? പൊന്നണിയുന്നതും തലമുടി പിന്നുന്നതും വല്ലതല്ല ഞങ്ങളുടെ സൗന്ദര്യം. അകത്തെ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവാണ് ഞങ്ങളുടെ സൗന്ദര്യമെന്ന് തൊട്ട ഉടനെ വ്യക്തമായി. സ്തോത്രം. നമുക്ക് അവസരം, ഞാൻ വിചാരിക്കുക ഈ സാറയുടെ ഹൃദയം മുഴുവൻ, കാരണം തൊട്ടടുത്ത് നടക്കാനുള്ളത് എന്താ? വിശ്വാസത്താൽ സാറയും വാക്തത്വം ചെയ്തവനെ എന്തോ ആയിട്ട് എണ്ണാൻ പോവാ? വിശ്വസ്തനെ നെണ്ണി അവളോടുള്ള ബന്ധത്തിലുള്ള വാക്തത്വം നിവർത്തിക്ക് ഇങ്ങനെ അണപൊട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. ഈ അകത്തെ മനുഷ്യൻ അങ്ങോട്ട് വളർന്ന് ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്താ ഇവരെങ്ങോട്ട് ഓടുന്നേ? ഗരാറിലേക്ക് ഓടും. ദൈവം വേദി ഒരുക്കുകയാണ്. എന്തിനാ? സകല സമൂഹവും ഇവരുടെ ദൈവമാണ് സാക്ഷാൽ ദൈവമെന്നും ഇവരിലൂടെ ഒഴുകുന്ന ദൈവവചനത്തിനാണ് ഗൗരവമുള്ളതെന്ന് കാണിക്കാൻ ഈ സഹോദരിയുടെ ബാഹ്യ സൗന്ദര്യത്തെ പിടിച്ചുകൊണ്ട് ദൈവം ഒരു വേദി തുറക്കുക. ആ വേദി തുറന്നപ്പോ എന്താ അവിടെ സംഭവിച്ചേ? ക്രിസ്തു അവരുടെ രാജാവായി മാറി. ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രമാത്രം ഭയത്തോടെ നമ്മൾ നയിക്കേണ്ടത് ആവശ്യം. നമ്മൾ നന്മ ചെയ്തുകൊണ്ട് കഷ്ടം സഹിച്ചാൽ ഉണ്ടാകുന്ന നന്മ നമ്മളവിടെ കണ്ടു. നന്മ ചെയ്തുകൊണ്ട് കഷ്ടം സഹിച്ചതിലൂടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഉപദേശിക്കുകയായിരുന്നെങ്കിൽ അബ്രഹാം അവിടെ ഭീരുവായിട്ട് എന്നും നിൽക്കും, ഇവളെന്നും പേടിച്ചോണ്ട് നിൽക്കും. ഇതെല്ലാം ഒരൊറ്റയടിക്ക് മാറി. എന്താ സംഭവിച്ചേ? നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പുറത്തേക്ക് വരുവാനായിട്ടിടയായി. കഷ്ടത മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചു എന്ന് മാത്രമല്ല, ഈ പൊത്തിഫേറിന്റെ ഭാര്യയുടെ ശിക്ഷ ആരാ സത്യത്തിൽ അവിടെ വഹിച്ചേ? ജോസഫ് വഹിച്ചു. എവിടെ കടന്നു? അതിന്റെ പേരിലുള്ള ശാപം അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കടന്നു. എന്നിട്ടോ അവന്റെ അടിപ്പിണരാൽ ആർക്കാ സത്യത്തിൽ സൗഖ്യം വന്നേ? പൊത്തിഫേറിന്റെ ഭാര്യയ്ക്കാ സൗഖ്യം വന്നേ. അതിന്റെ തെളിവെന്താ? അവൻ ആദ്യത്തെ മന്ത്രിയായാൽ, നമ്മുടെ കണക്കനുസരിച്ചാണെങ്കിൽ ആദ്യം പണി കൊടുക്കുന്നത് ആർക്കിട്ടായിരിക്കും? പറഞ്ഞേ, പൊത്തിഫേറിന്റെ ഭാര്യക്കിട്ടായിരിക്കും. പക്ഷെ ഈ മനുഷ്യൻ അതെല്ലാം വെടിഞ്ഞു. കാരണം എന്താണെന്നറിയോ? ദൈവം കൊടുത്ത ഒരു അവസരമായിരുന്നു ആരെ വഹിക്കാൻ? പൊത്തിഫേർ എന്ന സ്ത്രീയെ വഹിക്കുവാൻ ദൈവം കൊടുത്ത അവസരമാണെന്ന് മനസ്സിലാക്കി ആ അവസരത്തെ സന്തോഷത്തോടെ ഉപയോഗിച്ചിട്ട് ആ അടിപ്പിണരുകളാൽ സൗഖ്യം കൊടുത്തു എന്നുള്ളതിന്റെ തെളിവ് എവിടെ കൊടുത്തു? പറഞ്ഞേ, മന്ത്രിയായപ്പം യാതൊരു പ്രശ്നവും ആ മനുഷ്യൻ ആരോടില്ല? പൊത്തിഫേറിന്റെ ഭാര്യയോടില്ല. ഞാൻ പറയാ, ഇത്ര ശ്രേഷ്ഠമായ ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടാളികളാക്കാൻ നമ്മൾ ഏതിനോട് ചേരണം? അങ്ങനെ നമ്മുടെ ഈ സ്വഭാവം കണ്ടിട്ട് സംഭവിക്കുന്നത് എന്താ? ആ ദേശം മുഴുവൻ ആരോട് ചേർന്നു? പറഞ്ഞേ, ക്രിസ്തുവിനോട് ചേർന്നു. ഉപദേശമായിരുന്നെങ്കിലോ ആ ദേശം മുഴുവൻ നരകത്തിലും പോകും. നമ്മൾ പറയാനുള്ളത് പറയുകയും ചെയ്തു. സത്യവാചകം പറഞ്ഞു കേൾപ്പിച്ച ശേഷം പിന്നെ ഈ മനുഷ്യൻ ഒഴിഞ്ഞു. എന്താ ഒഴിയാൻ കാരണം? ഈ മനുഷ്യനെ എവിടോട്ടേ പോകത്തുള്ളൂ? സ്വർഗത്തിലേക്കേ പോകത്തുള്ളൂ. ബാക്കി സത്യവാചകം കേട്ടു എന്നുള്ള കാരണം കൊണ്ട്, അതനുസരിക്കാത്ത കാരണത്താൽ ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരെല്ലാം എവിടെ പോകും? പറഞ്ഞേ, നരകത്തിൽ പോകും. എന്നാൽ ജീവിതം കൊണ്ട് തെളിയിച്ചപ്പോഴോ ഈ മനുഷ്യവർഗത്തിന്റെ എല്ലാം പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരാൽ സൗഖ്യം കൊടുത്തപ്പോ സംഭവിച്ചത് എന്താ? നമ്മളെല്ലാരോട് ചേരുവാനിടയായി, ക്രിസ്തുവിനോട് ചേരുവാൻ ഇടയായിട്ട്. ഇത്ര മഹത്വമുള്ള സ്വഭാവത്തിന് നമ്മളെ അനുരൂപരാക്കാനാ ഈ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ പരിജ്ഞാനത്താൽ നമ്മൾ നിറയുമ്പോണ്ടല്ലോ തന്നെ വിട്ടോളും. ഏത്? കുളം കുത്തുമ്പോ കുറ്റി പറിക്കാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല. കുളം കുത്തുമ്പോ തന്നെ കുറ്റി എന്ത് ചെയ്തോളും? പറഞ്ഞോളും. നമ്മളിലുള്ള അവിശ്വാസ ചിന്താഗതികളെല്ലാം തന്നെ നീങ്ങിപ്പോകും. നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപരാകും, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകും. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ ഓർക്കണ്ടേ, അവൻ നമുക്ക് ദിവ്യശക്തിയാൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ജീവനും ഭക്തിക്കും ആധാരമായതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഭയത്തോടുകൂടിയുള്ള നിങ്ങളെ നിർമ്മല നടപ്പിനാൽ മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് ലഭിച്ച ദൈവനീതിയുടെ മഹത്വം തിരിച്ചറിയാതെ നാശത്തിലേക്ക് അവർ പോകുമ്പോൾ നാം അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വലിയ ഭയം ഈ തിരുവെഴുത്തിന്റെ ചിന്താഗതിയിലൂടെ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ധാരാളം സഹായിക്കുമാറാണ്.